ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമുക്ക് കൊമ്പും തുമ്പിക്കൈയും ഒക്കെ ഉണ്ടെന്ന് കരുതി മറ്റേതെങ്കിലും രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അതൊന്നും എടുത്ത് പുറത്തിടരുത്, പണി കിട്ടും. രണ്ടു മലയാളികൾ, ഒരാൾ യമനിലും ഒരാൾ സൗദി അറേബ്യയിലും കിടന്ന് കൈയും കാലും ഇട്ട് അടിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. 34 കോടി രൂപ കൊടുത്തിട്ട് പോലും റഹീമിന് സൂര്യപ്രകാശം കാണാൻ പറ്റുന്നില്ല. മറ്റൊരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ ആ രാജ്യത്തിന്റെ നിയമം അവിടെ പവിത്രമാണ്. അവർക്കത് പ്രായോഗികമാക്കിയേ തീരൂ. അത് പ്രാവർത്തികമാക്കാൻ പറ്റുമെങ്കിൽ അങ്ങോട്ട് എഴുന്നള്ളിയാൽ മതി. ആരും നമ്മളെ അങ്ങോട്ട് ക്ഷണിക്കുന്നില്ല. മറ്റ് രാജ്യങ്ങളിൽ പോയിട്ട് നമ്മളെന്തോ കൊമ്പും തുമ്പിക്കൈയുമുള്ളവരാണ്, മലയാളികൾ പൊളിയാണെന്ന് പറഞ്ഞാൽ അവർ പൊളിച്ചടുക്കും. ഇത് തന്നെയാണ് നിമിഷപ്രിയയുടെ വിഷയത്തിലും സംഭവിച്ചത്. ഒരു രാജ്യം ആ രാജ്യത്തെ പൗരനെ ഇഞ്ചിഞ്ചായി കൊന്ന് കഷ്ണങ്ങളാക്കി പോളിത്തീൻ കവറുകളിനകത്താക്കി വാട്ടർ ടാങ്കിനകത്താക്കിയാൽ ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന് കരുതിയോ? നിമിഷപ്രിയ ഇനിയും റഹീമും കടലിനകത്ത് കൊട്ടാരമുണ്ടാക്കി അതിനകത്ത് കഴിഞ്ഞാലും ശരി, ആ രാജ്യത്തിന്റെ നിയമം തക്ഷകനെ പോലെ ഇവരെ തേടിയെത്തുക തന്നെ ചെയ്യും. അതറിയാത്തത് കൊണ്ടാണ് പല രാജ്യങ്ങളിലും പോയിട്ട് ഇവരുടെ കഴിവും മികവും മെയ്ക്കരുത്തും തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പല രാജ്യങ്ങളിലും പോയി കൊഴുപ്പ് കാണിച്ച ആളുകളൊക്കെ ഇന്ന് കാബൂളിലും അഫ്ഗാനിലും സിറിയയിലുമൊക്കെ ജയിലുകളിലാണ്. ഈ രാജ്യത്തെ നിയമം പോരാ എന്ന് പറഞ്ഞ് ഈ ലോകം മുഴുവനും ഇസ്ലാം മത രാജ്യമാക്കുന്നതിന് വേണ്ടി കെട്ടിയൊരുങ്ങി പുറപ്പെട്ടതാ പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ. വിദ്യാസമ്പന്നരായ പെണ്ണുങ്ങൾ, ബിടെക്കുകാരായ ആൺകുട്ടികൾ, 1-2 വർഷവും കൂടി കഴിഞ്ഞാൽ ഡോക്ടറാകേണ്ടുന്ന പെൺകുട്ടികൾ, ഇതിൻ്റെയൊക്കെ കുത്തിക്കഴപ്പ് കാരണം ചെന്ന് കയറിക്കൊടുത്തു. ഇപ്പോൾ നാട്ടിലും വരാൻ പറ്റുന്നില്ല. അവിടെയാണെങ്കിൽ തുണി ഉടുക്കാനിട്ട് നേരവുമില്ല. ലൈംഗിക അടിമയായി ജീവിച്ചു കൊണ്ടിരിക്കുക. ഇപ്പോൾ ഇതിവിടെ പറയാൻ കാരണം, നിങ്ങൾ ഇന്നലെ വൈറലായ മറ്റൊരു വാർത്ത കണ്ടിരിക്കും. സൗദി അറേബ്യയിലെ നിയമം എപ്പോഴും വെറൈറ്റിയാണ്. അവിടെ ശരീഅത്ത് നിയമമാണ് അവർക്ക് ബാധകം. അനുമതിയില്ലാതെ മതപരമായ ആഘോഷം സംഘടിപ്പിച്ച 5 മലയാളികളെയാണ് സൗദി അറേബ്യയിൽ നിന്നും നാടുകടത്തിയത്. മലയാളികൾ എവിടെ ചെന്നാലും അവിടെ ഒരു അഹംഭാവം ഹുങ്കം കാണിക്കുക. 2 മാസം മുമ്പാണ് ഇവർ സൗദി പോലീസിന്റെ പിടിയിലാകുന്നത്. പരിപാടി സ്ഥലത്ത് നിന്ന് പോലീസിന്റെ അറസ്റ്റിലായ ഇവർ ജയിലിലായിരുന്നു നിലവിൽ. അധികൃതരുടെ അനുമതിയില്ലാത്ത പരിപാടിക്ക് നേതൃത്വം നൽകിയ സംഘാടകരായ 4 പേരെയും പരിപാടിക്ക് സ്ഥലം അനുവദിച്ച സ്ഥാപനത്തിലെ ജീവനക്കാരനുമാണ് നാടുകടത്തപ്പെട്ടത്. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് 5 പേരെയും നാടുകടത്താൻ നാടുകടത്തൽ നടപടിക്ക് വിധേയമാക്കിയത്. ദമ്മാം നഗര ഹൃദയത്തിനടുത്തുള്ള ഓഡിറ്റോറിയത്തിൽ നബിദിനവുമായി ബന്ധപ്പെട്ട ആഘോഷമാണ് അരങ്ങേറിയത്. 100 കണക്കിന് ആളുകളാണ് ഇതിൽ പങ്കെടുത്തത്. പരിപാടി ഏതാണ്ട് അവസാനിക്കാറായ സമയത്താണ് പ്രത്യേക അന്വേഷണ സംഘം ഓഡിറ്റോറിയത്തിൽ എത്തിയത്. സ്വകാര്യമായ ചടങ്ങാണ് നടക്കുന്നത് എന്ന് സംഘാടകർ പറഞ്ഞു. എന്നാൽ പരിപാടിയുമായി ബന്ധപ്പെട്ട് വാട്സാപ്പ് വഴി പ്രചരിപ്പിച്ച പോസ്റ്ററുകളുടെ സ്ക്രീൻഷോട്ടുകളും വോയിസ് മെസ്സേജുകളും അവർക്ക് വിനയായി. ഈ തെളിവുകളെല്ലാം അന്വേഷണ സംഘത്തിന്റെ കൈവശമുണ്ടായിരുന്നു. നാടുകടത്തപ്പെട്ടവർ ഹൈദരാബാദ് വിമാനത്തിലാണ് പോയത്. ചില സുഹൃത്തുക്കൾ ഇവരെ അനുഗമിച്ചു. ദമാമിലെ മതസാമൂഹിക രംഗങ്ങളിൽ സജീവമായി ഇടപെട്ടിരുന്നവരാണ് നാടുകടത്തപ്പെട്ട 5 പേര്. ഇതിനു മുമ്പ് ചില സാമൂഹിക സംഘടനാ പരിപാടികളിലും അന്വേഷണ സംഘങ്ങൾ എത്തിയിരുന്നെങ്കിലും കാര്യങ്ങൾ ബോധിപ്പിക്കാൻ സാധിച്ചതോടെ കേസ് ഒഴിവാക്കുകയായിരുന്നു. അതുപോലെ മോചിപ്പിക്കപ്പെടും എന്ന പ്രതീക്ഷയിലായിരുന്നു ഈ കേസിലെ പ്രതികൾ. കേസ് കോടതിയിലെത്തിയാൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഇവരെ പുറത്തിറക്കാൻ കഴിയുമെന്ന വിശ്വാസവും സംഘാടകരുമായി ബന്ധപ്പെട്ടവർക്കുണ്ടായിരുന്നു. എന്നാൽ പ്രഥമ കോടതിയിൽ തന്നെ തീർപ്പുണ്ടാകുകയും നാടുകടത്താൻ വിധിക്കുകയുമായിരുന്നു. മതപരവും രാഷ്ട്രീയവുമായ ഉദ്ദേശത്തോടു കൂടിയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് സൗദി അറേബ്യയിൽ അനുമതി ലഭിക്കുകയില്ല എന്നും അനുമതിയില്ലാതെ നടത്തുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും സാമൂഹിക പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്നാൽ കലാ സാംസ്കാരിക സാമൂഹിക പരിപാടികൾ നടത്തുന്നതിന് സൗദി സർക്കാർ അനുമതി നൽകുന്നുണ്ടെന്നും നിയമാനുസൃതം അനുമതി നേടി പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് സർക്കാർ പ്രോത്സാഹനം നൽകുന്ന ഒരു നിയമവും അവിടെയുണ്ട്. പ്രവാസി മലയാളി സാമൂഹിക സംഘടനകൾ നിരവധി മെഗാ ഷോകളും ഇന്റർവ്യൂകളും ഒക്കെ സൗദി സർക്കാരിന്റെയും അതുപോലെ എന്റർടൈൻമെന്റ് അതോറിറ്റിയുടെയും അനുവാദത്തോടുകൂടി തന്നെ വിപുലമായി ആഘോഷപൂർവ്വം നടത്താറുണ്ട്. സിനിമാ താരങ്ങളും ഗായകരും സെലിബ്രിറ്റി പ്രതിഭകളും താരങ്ങളും ഒക്കെ സൗദിയിലെത്തുകയും
മെഗാ ഷോകളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് അനുമതി നൽകാതെ സ്വന്തം രാജ്യമാണെന്ന് കരുതിയോ എന്ത് ചെയ്താലും രക്ഷപ്പെടാമെന്ന്? അബ്ദുറഹീമിന് വേണ്ടി 34 കോടി കൊടുത്തു, എന്നാലും അവൻ നാട്ടിലെത്തില്ല, നാട് കടത്തുമെന്നാണ് സൗദിയുടെ അറിയിപ്പ്. ഇനി എങ്ങാനും ഇളവ് ലഭിച്ചാലേ. നിമിഷപ്രിയ കുറ്റം മറച്ചു വെച്ചു, അബ്ദുറഹീം കുറ്റം മറച്ചു വെച്ച് പക്ഷേ പിടിക്കപ്പെട്ടു. മലയാളികൾ പൊളിയാണ് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണോ എന്നറിയില്ല, പക്ഷേ സൗദി അറേബ്യ പുലികളാണ്, പൊളിയാണ്. ഇപ്പോൾ സൗദി അറേബ്യയിലേക്ക് തീർത്ഥാടനത്തിനെത്തി, ഹജ്ജ് തീർത്ഥാടനത്തിന് ഭിക്ഷാടനം പതിവാക്കിയ അവരുടെ തന്നെ പൗരന്മാർക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് കടുത്ത നിർദ്ദേശവുമായി പാകിസ്ഥാൻ സർക്കാർ രംഗത്ത് വരുന്നത്. സൗദി അറേബ്യയുടെ ഇടപെടലിനെ തുടർന്നിട്ടാണ് മക്കയിലെയും മദീനയിലെയും ഒക്കെ പവിത്രമായ കേന്ദ്രങ്ങളിൽ ഭിക്ഷാടനം നടത്തുന്ന പൗരന്മാരെ നിയന്ത്രിക്കാൻ പാകിസ്ഥാൻ സർക്കാരിന് കർശന നടപടികൾ സൗദി സർക്കാർ നൽകുന്നത്. ഉംറ തീർത്ഥാടനത്തിന്റെ മറവിൽ, ഹജ്ജ് തീർത്ഥാടനത്തിന്റെ മറവിൽ, വിസിറ്റിംഗ് വിസയുടെ മറവിൽ പുണ്യസ്ഥലങ്ങളിൽ അതിക്രമിച്ചു കയറുകയും ഭിക്ഷ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് ഈ അടുത്തായിട്ടാണ്. നിരവധി പാകിസ്ഥാൻ പൗരന്മാരെ സൗദി അധികൃതർ രാജ്യത്ത് പിടിക്കപ്പെടുകയും ജയിലിലാക്കപ്പെടുകയും കുറെ ആളുകളെ നാട് കടത്തുകയും ഒക്കെ ചെയ്തതിന് പിന്നാലെ പാകിസ്ഥാനോട് നിയമം കടുപ്പിക്കുകയാണ് സൗദി അറേബ്യ. അങ്ങനെയാണ്, മുഖം നോക്കാതെ നടപടികൾ എടുക്കും. അവരുടെ രാജ്യത്തിന്റെ നിയമങ്ങൾ ലംഘിക്കാനുള്ളതല്ല, പാലിക്കാനുള്ളതാണ്. അതേത് പൗരനായിരുന്നാലും ശരി, സൗദി അറേബ്യയിൽ എത്തിക്കഴിഞ്ഞാൽ സൗദി അറേബ്യയിലെ നിയമങ്ങളെ താലോലിക്കണം. അതിന് പറ്റുന്നവർ മാത്രം ആ രാജ്യത്തേക്ക് വന്നാൽ മതി. അത് അവരുടെ ബൈലോയിലുള്ളതാണ്. പാകിസ്ഥാനിൽ നിന്നുള്ള ഭിക്ഷാടകർക്കെതിരെ സൗദി അധികാരികൾ നടത്തിയ നടപടിയെ തുടർന്ന് ഉംറ, ഹജ്ജ് വിസകളൊക്കെ വഴി ഭിക്ഷാടകര് രാജ്യത്തെത്തുന്നത് ഗൗരവത്തോടെയും അടിയന്തരമായും ശ്രദ്ധിക്കണമെന്നാണ് സൗദി ഹജ്ജ് മന്ത്രാലയം പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയത്. ഈ രൂപത്തിലുള്ള ആളുകൾക്ക് വിസ ലഭിക്കുന്നതും ഭിക്ഷാടന ആവശ്യങ്ങൾക്കായി തങ്ങളുടെ പ്രദേശത്തേക്ക് പ്രവേശിക്കുന്നതും തടയണം എന്നായിരുന്നു സൗദി പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടത്. സൗദി അറേബ്യയിലേക്ക് ഭിക്ഷാടനം എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രം യാത്ര ചെയ്യുന്നവർക്കെതിരെ ഒരു കരുണയും വേണ്ട എന്നാണ് പാകിസ്ഥാൻ അറിയിച്ചത്. ഇതോടെ 4300 യാചകരെ എക്സിറ്റ് കൺട്രോൾ ലിസ്റ്റിൽ സൗദി ഉൾപ്പെടുത്തുകയുണ്ടായി. ഉംറ വിസയിൽ ഭിക്ഷാടനത്തിന് വേണ്ടി ആളുകളെ സൗദിയിലേക്ക് അയക്കുന്നത് നിരവധി ടൂർ ഏജൻസികളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഈ രൂപത്തിൽ ആരോപണം നേരിട്ട 4 ട്രാവൽ ഏജന്റുമാരെ പാകിസ്ഥാൻ അധികൃതർ ഈ അടുത്ത് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പാകിസ്ഥാൻ തീർത്ഥാടകർക്കുള്ള നിയന്ത്രണങ്ങൾ പ്രശ്നം പരിഹരിക്കാൻ പാകിസ്ഥാൻ മതകാര്യ മന്ത്രാലയം നിരവധി നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നതായി മാധ്യമങ്ങളിലൂടെ റിപ്പോർട്ടുകൾ വന്നു. സത്യവാങ്മൂലം നിർബന്ധമാക്കി. തീർത്ഥാടകർ സൗദി അറേബ്യയിൽ താമസിക്കുന്ന സമയത്ത് ഒരിക്കലും ഭിക്ഷ യാചിക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുന്ന സത്യവാങ്മൂലം യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ എഴുതി കൊടുക്കേണ്ടി വരും. ഗ്രൂപ്പ് യാത്രക്കാർക്കുള്ള ഉത്തരവും വേണം. യാത്രക്കാരെ കൂട്ടമായിട്ട് മാത്രമേ യാത്ര ചെയ്യാൻ അനുവദിക്കൂ. തീർത്ഥാടനത്തിലുടനീളം ആളുകൾ ഒപ്പമുണ്ട് എന്ന് ഉറപ്പുവരുത്തി ഭിക്ഷാടനത്തിനുള്ള സാധ്യതകൾ കുറയ്ക്കേണ്ടുന്ന ഉത്തരവാദിത്തം ഗ്രൂപ്പ് ലീഡർക്കാണ്. പിന്നെ ടൂർ ഓപ്പറേറ്ററാണ്. ഉംറ ട്രിപ്പുകളൊക്കെ സംഘടിപ്പിക്കുന്ന ട്രാവൽ ഏജൻസികളും അവരുടെ ഉപഭോക്താക്കളിൽ നിന്ന് സത്യവാങ്മൂലം വാങ്ങണം. ഈ നിബന്ധന പാലിക്കുന്നതിൽ പരാജയപ്പെട്ടു പോകുന്ന ഏജൻസികൾക്ക് കടുത്ത നിയമപരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. ഏത് രാജ്യത്ത് ചെന്നാലും അങ്ങനെ തന്നെയാണ്. 5 മലയാളികൾക്ക് വല്ല കാര്യമുണ്ടോ? നമ്മുടെ നാടാണോ പ്രതിഷേധിക്കാൻ? ഈ കൊറോണയൊക്കെ വന്ന സമയത്ത്, ഈ NRC CAA ഒക്കെ വന്ന സമയത്ത്, നൂപുർ ശർമ്മയുടെ വിഷയം വന്ന സമയത്തൊക്കെ ഇവർ ഗൾഫ് രാജ്യങ്ങളിൽ കിടന്ന് വേണ്ടുന്ന രൂപത്തിലുള്ള അട്ടഹാസങ്ങൾ ഉണ്ടാക്കി. ഒടുവിൽ ഏതാണ്ട് നല്ലൊരു വിഭാഗം ആളുകൾക്കും ട്രാവൽ ബാൻ അടിച്ച് കയ്യിൽ കൊടുത്തിട്ട് വിട്ടോളാൻ പറഞ്ഞു. പാകിസ്ഥാന്റെ മാത്രമല്ല പലസ്തീന്റെയും ദേശീയ വിനോദമാണ് കൈനീട്ടുക, തെണ്ടി യാചിക്കുക എന്നുള്ളത്, തെണ്ടി ജീവിക്കുക എന്നുള്ളത്. പാകിസ്ഥാൻ സർക്കാർ അന്യരാജ്യങ്ങളോട് കൈനീട്ടുന്നു. ആ രാജ്യത്തിന്റെ അനുയായികളോ ഉംറയ്ക്കും ഹജ്ജിനും ഒക്കെ വരുന്ന ആളുകളോട് യാചിക്കുന്നു. രണ്ടും ഏതാണ്ട് തത്തുല്യം തന്നെയാണ്. നന്ദി.